നമസ്കാരം. എല്ലാവർക്കും മണി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂ ജെൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചാണ്. ഈ കമ്പനി NSEയിലും PSEയിലും ലിസ്റ്റഡ് ആണ്. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം 1000 രൂപയാണ്. ഇവര് ഓഫർ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂ ജെൻ 1 എന്ന പ്ലാറ്റ്ഫോമാണ്. ഇതൊരു AI എനേബിൾഡ് ആയിട്ടുള്ള ലോ കോഡ് പ്ലാറ്റ്ഫോമാണ്. കസ്റ്റമർക്ക് എൻ ടു എൻ കസ്റ്റമർ ജേണി ഓട്ടോമേഷൻ ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഫിനാൻഷ്യൽ സർവീസസ്, അതായത് റീറ്റെയിൽ ബാങ്കിങ്, ഇസ്ലാമിക് ബാങ്കിങ്, കമേഴ്ഷ്യൽ ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ് സെക്ടറിൽ, ഗവൺമെന്റ് സെക്ടേഴ്സിൽ, അതുപോലെ എനർജി സെക്ടറിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1000 രൂപയിലാണ്. മാർക്കറ്റ് ക്യാപ്പ് 14,246 crores ആണ്. PE റേഷ്യോ വന്ന് 47.55 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് നോക്കുകയാണെങ്കിൽ 29.46% ആണ്. ഡെറ്റ് 0 ആണ്. സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.21% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23% ആണ്. 23.57% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തെ 23.42 ആണ്. കഴിഞ്ഞ 5 കൊല്ലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34.79 ആണ്. പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് 53.76 ആണ്. പബ്ലിക്കിന്റെ കയ്യിൽ 19% ആണ്. FIIസിന്റെ കയ്യിൽ 17.62, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ 9.59% ആണ്. സെയിൽസ് വന്ന് 2021 മാർച്ചിൽ 610 crores ആയിരുന്നു. അത് മാർച്ച് 2022 ആയപ്പോൾ 710 crores ആയി. മാർച്ച് 2023 ആയപ്പോൾ 887 crores ആയി. മാർച്ച് 2024 ആയപ്പോഴേക്കും 1136, മാർച്ച് ആയപ്പോഴേക്കും മാർച്ച് 2025 ആയപ്പോഴേക്കും 1354 crores ആയി. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 117 കോടി രൂപയായിരുന്നു 2021. അത് 22 ആയപ്പോൾ 155 ആയി. 23 ആയപ്പോൾ അത് 167 കോടി രൂപയായി. മാർച്ച് 2024 237 കോടി രൂപയായി. മാർച്ച് 2025 ആയപ്പോൾ 293 കോടി രൂപയായി. നമുക്ക് ക്യാഷ് ഫ്ലോ നോക്കാം. പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 2021 മാർച്ചിൽ 169 കോടി ഉള്ളത് മാർച്ച് 2025 ആയപ്പോഴേക്കും 373 കോടി രൂപയായി. റേഷ്യോസ് നമുക്ക് നോക്കാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. റവന്യൂ നമുക്ക് നോക്കി അവിടെ കാണാം. 2021 672 കോടി രൂപയായിരുന്നു. 2022 ആയപ്പോൾ അത് 778 ആയി. 2023 ആയപ്പോൾ 973 crores ആയി. 2024 ആയപ്പോഴേക്കും 1243 കോടി രൂപയായി. അത് 2025 ആയപ്പോഴേക്കും 1486 കോടി രൂപയായി. ഇനി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. 2021 126 കോടി രൂപയായിരുന്നു. 2022 ആയപ്പോൾ 164 ആയി. 176 ആയി 2023. 2024 ആയപ്പോഴേക്കും 251 കോടി രൂപയായി. 2025 ആയപ്പോഴേക്കും 315 കോടി രൂപയായി. ഇനി കഴിഞ്ഞ ക്വാർട്ടറിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2024 361 കോടി രൂപയായിരുന്നു റവന്യൂ. അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 2025 ആയപ്പോൾ 400 കോടി രൂപയായി. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 കോടി രൂപയായിരുന്നു 2024 സെപ്റ്റംബറിൽ. അത് ഈ കൊല്ലം സെപ്റ്റംബർ 2025 ആയപ്പോൾ 81 കോടി രൂപയായി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാർച്ച് 2025 214 കോടി രൂപയാണ്. 2024 281 ആണ്. അത് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 29.57 ആണ്. അത് ഓപ്പറേറ്റിംഗ് മാർജിൻ വന്ന് 27.35 ആണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 21.2 ആണ്. നല്ല മാർജിനാണ് കാണുന്നത്. 5 കൊല്ലവും നല്ല മാർജിൻസ് ഇവിടെ കാണാം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 2025 25.21% ആണ്. റിട്ടേൺ ഓൺ അസറ്റ്സ് 15.41 ആണ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ബാർ ഇക്വിറ്റി 20.78 ആണ്. ഈ കമ്പനിയുടെ പിയേഴ്സിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ടാറ്റ എലക്സി നോക്കുകയാണെങ്കിൽ 34,482 ആണ് മാർക്കറ്റ് ക്യാപ്പ്. പക്ഷേ ന്യൂജനിന്റെ 14,246 ആണ് വരുന്നത്. KPIT ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ 32,656 ആണ് ക്രോർസ് ആണ് മാർക്കറ്റ് ക്യാപ്പ്. സയന്റ് എന്ന് പറഞ്ഞ കമ്പനി 13,199 ആണ്. പക്ഷെ ഇതിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുകയാണെങ്കിൽ 29.46 ആണ് ന്യൂജൻ സോഫ്റ്റ്വെയറിന്റെ. ടാറ്റ എലക്സിയുടെ 39ഉം KPI ടെക്നോളജീസിന്റെ 36.43 ആണ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഷെയർ ആഡ് ചെയ്തോളൂ.
2018 ഈ കമ്പനിയുടെ IPO ഇറങ്ങിയത്. ഏകദേശം 1800 ലെവലിലേക്ക് ഈ ഷെയർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1000 റേഞ്ചിലാണ്. എല്ലാവർക്കും വേണ്ടത് മൾട്ടി ബാഗേഴ്സ് ആണ്. പെട്ടെന്ന് ഷെയർ പ്രൈസ് കൂടുന്ന ടൈപ്പ് കമ്പനികളാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല പാസ്റ്റിൽ നല്ല ഗ്രോത്ത് കാണിച്ചിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കമ്പനിക്ക് ഏകദേശം 550ഓളം ആക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഏകദേശം 74ഓളം രാജ്യങ്ങളിൽ ഒരു പ്രസൻസ് ഉണ്ട്. 4400ഓളം എംപ്ലോയീസ് ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഏകദേശം 350ഓളം ഗ്ലോബൽ പാർട്ട്നേഴ്സ് ഉണ്ട്. JCC, വിഷൻ ബാങ്ക്, UBA, യുണൈറ്റഡ് അറബ് ബാങ്ക്, യൂണിയൻ കെയർ, താജ് ബാങ്ക്, റാക് ബാങ്ക്, ഇവരെല്ലാം ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ല കമ്പനികൾ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികൾ കണ്ടെത്താനും പാസ്റ്റ് പെർഫോമൻസ് നന്നായിട്ടുള്ള കമ്പനികളും ഫ്യൂച്ചറിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത കൂടുതലുള്ള കമ്പനികൾ നിങ്ങളിൽ എത്തിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ പ്രചോദനം.